മിസ്സേ ഓക്കെ അല്ലേ? ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. അപ്പൊ തുടങ്ങാലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഇംഗ്ലീഷ് മിസ് വീണ മിസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ആൻഡ് മിസ് വെൽക്കം ടു എഡ്ഫിൽ ലേൺ. ഓക്കെ, താങ്ക് യു. സോ എല്ലാവർക്കും എഡ്ഫിൽ ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പം റാഷ്ട്രം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇംഗ്ലീഷിന്റെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ, ലൈവ് സെഷനിൽ നമുക്ക് മെയിനായിട്ട് 2 അജണ്ടകളാണ് ഉള്ളത്. ഒന്ന്, ഇംഗ്ലീഷിന്റെ കേട്ട സിലബസ് എന്താണെന്ന് അറിയുക. അതേപോലെ തന്നെ അതിൽ എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയായിരിക്കും അത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു എഡ്ഫിൽ ലേണിംഗിന്റെ ഭാഗത്ത് നിന്നും ഒരു ഡെമോ ക്ലാസ് എന്നുള്ള രീതിയിൽ ചെറിയൊരു കോൺസെപ്റ്റ്, അതിന്റെ നമ്മുടെ ഇംഗ്ലീഷിന്റെ സിലബസിന്റെ ചെറിയൊരു ഭാഗം കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ ഇന്നത്തെ ഒരു സെഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഫസ്റ്റ്, നോ ദ സിലബസ്. ഏതൊരു എക്സാം എഴുതുന്നതിന് മുമ്പും നമുക്ക് ആദ്യം സിലബസ് എന്താണെന്നുള്ളത് അറിയണം. ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഒരു പ്രിന്റഡ് സിലബസ് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത സിലബസ്, കേട്ട സിലബസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ സിലബസ് ഒരു നോർമൽ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ തരുന്ന പോലെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക, അതിന്റെ ഓരോ ടേംസിനെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതല്ല, ഇൻസ്റ്റഡ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ 2012 മുതൽ, അതായത് കേട്ടറ്റ് തുടങ്ങിയ കാലം മുതൽ ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി 22 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഓരോ കാറ്റഗറിയുടെയും എല്ലാ കൊല്ലത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിനെ സോർട്ട് ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്തത്. അത് ഓരോ ക്വസ്റ്റ്യൻസും എടുത്തിട്ട് അത് ഏതിലാണ് വരുന്നത്, ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇപ്പൊ അതിൽ ഇപ്പൊ വൊക്കാബുലറി എടുക്കണേ, വൊക്കാബുലറിയിൽ തന്നെ ഏത് ഭാഗത്ത് നിന്നാണ് കൂടുതൽ ചോദിച്ചത്, ഇങ്ങനെ സോർട്ട് ചെയ്ത് അതിന്റെ പ്രയോറിറ്റി ബേസിലാണ് നമ്മൾ ആദ്യമേ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്തത്. അതനുസരിച്ചാണ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ടെസ്റ്റുകളും അതിന്റെ ക്ലാസ്സുകളും. മൈക്ക് ഓൺ ആണ്, ഒന്ന് മൈക്ക് എല്ലാവരും ഓഫ് ചെയ്യണം പ്ലീസ്. ഓക്കെ ഓക്കെ. സോ അപ്പൊ നമ്മൾ അതിന്റെ ബേസിൽ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ആ സെഷന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ നമ്മളൊരു കുറച്ച് കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ഡിറ്റർമിനേഴ്സ് ആൻഡ് പ്രിപ്പോസിഷൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല സബ്ജക്ട്സ് പോലെ നമുക്ക് കാറ്റഗറി 1, കാറ്റഗറി 2, 3, 4 എങ്ങനെ അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ്സുകൾ എന്നത് ഇംഗ്ലീഷിന് പോസിബിൾ അല്ല. ബിക്കോസ് ഇറ്റ്സ് ആൻ ഓവർലാപ്പിംഗ് സിലബസ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ട് ഓരോ സിലബസ് ഉണ്ടല്ലോ, ഇതിൽ പലതും ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. പല കോൺസെപ്റ്റുകളും ഈ സിലബസിന്റെ ഇതിൽ പ്രിന്റ് ചെയ്ത് നമ്മുടെ PDF-ലൊക്കെയുള്ള സൈറ്റുകളിലൊക്കെ ഉള്ളതിൽ ഇല്ലെങ്കിലും ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ വരാറുണ്ട്. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് കോംപ്രിഹെൻഷൻ ആണ്. ഇപ്പൊ ഞാൻ പറയുന്ന കോമൺ സിലബസ് ആണ്. അതായത് 4 കാറ്റഗറിയിലും ഒരേപോലെ ചോദിച്ചിട്ടുള്ള സിലബസുകൾ. ആദ്യത്തേത് കോംപ്രിഹെൻഷൻ ആണ്. നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും, അല്ലെങ്കിൽ നമ്മുടെ കേട്ടറ്റിന്റെ തന്നെ 4 കാറ്റഗറി എടുത്താലും അതിൽ ആദ്യത്തെ ചോദ്യം കോംപ്രിഹെൻഷനിൽ നിന്നായിരിക്കും. അപ്പൊ അതിൽ വ്യത്യാസം വരുന്നത് ഇന്റൻസിറ്റി ലെവൽ വ്യത്യാസം വരാറുണ്ട്. അതായത് കാറ്റഗറി 1-കാർക്ക് സാധാരണ ഏതെങ്കിലും ഒരു ജനറൽ പാസേജ് ആയിരിക്കും തരിക. അതിനെ ബേസ് ചെയ്ത് ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതൊരു 3-ലേക്കോ 4-ലേക്കോ പോകുമ്പം ആ ഒരു ജനറൽ പാസേജ് എന്നത് മാറിയിട്ട് ഒരു പോയട്രിയുടെ ബേസ് ആയിരിക്കും, അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു ലിറ്ററേച്ചർ, അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു കോംപ്രിഹെൻഷൻ ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പാസേജ് ഉണ്ടാവും, അതിനെ ബേസ് ചെയ്ത് ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് കുറേ പാസേജ് വായിച്ച് വെറുതെ ആൻസർ ചെയ്യുകയല്ല. നമ്മുടെ സെഷൻസിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം വിത്തിൻ ലിമിറ്റഡ് ടൈം എന്നുള്ളത് നമ്മൾ നോക്കും. ദെൻ അടുത്തത് വരുന്ന വെർബൽ അബിലിറ്റി അല്ലെങ്കിൽ വൊക്കാബുലറി ഉണ്ട്. ഈ വെർബൽ അബിലിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു സെഷനിൽ നിന്ന് എല്ലാ കാറ്റഗറിക്കാർക്കും മിനിമം ഒരു 8 മുതൽ 10 വരെ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് സിനോണിംസ്, ആന്റണിംസ്, അതേപോലെ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വരാറുണ്ട്, എറർ ഡിറ്റക്ഷൻ വരാറുണ്ട്, അങ്ങനെ വെറൈറ്റി ആയിട്ട് ചോദിക്കാറുണ്ട്. Now the third is tenses. Tensesന്റെ ടൈപ്സ്, അതിന്റെ കറക്ഷൻസ്, അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാറ്. ടെൻസസ് അതിന്റെ ടൈപ്സ് ഉണ്ട്. അതിലും കൂടുതലായിട്ട് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാസ്റ്റ് ടെൻസിനും പാസ്റ്റ് പെർഫെക്റ്റിനും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനുമാണ്. അതിന് കാരണം എന്താ വെച്ചാൽ ഈ 3 ടെൻസിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് കണ്ടീഷണൽ ക്ലോസ്, അതേപോലെ പ്രൊനൗൺസ്, ആർട്ടിക്കിൾസ്, ഓക്സിലറീസ്, പ്രിപ്പോസിഷൻസ്, കോൺകോർഡ്സ്, ലിങ്കേഴ്സ്, കൺജങ്ഷൻസ്, ഇതൊക്കെ വരുന്നുണ്ട്. അതേപോലെ വരുന്നതാണ് ആക്റ്റീവ് പാസീവ് വോയിസും റിപ്പോർട്ടിങ്ങും. കാറ്റഗറി 1-ന്റെ സിലബസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, 1 എഴുതാൻ പോകുന്ന ഒരു സിലബസ് നോക്കുകയാണെങ്കിൽ ഈ ടേംസ് കാണാൻ പറ്റില്ല. ആ സിലബസിൽ
ആക്റ്റീവ് പാസീവ് വോയിസ് എന്നോ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗോ ടേംസ് കാണാൻ പറ്റില്ല. 2ന്റെയും 3ന്റെയും 4ന്റെയും ഒക്കെ സിലബസിൽ ഈ ടേംസ് കാണാൻ പറ്റും. പകരം കാറ്റഗറി 1 കൊടുത്തിരിക്കുന്ന ടേം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ് അല്ലെ സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. അപ്പം മറ്റ് ടൈപ്പ് ഓഫ് വേറെയും രീതിയിൽ നമുക്ക് സെന്റൻസുകൾ ട്രാൻസ്ഫോം ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യൻസിൽ കറക്റ്റ് ആയിട്ട് ഈ ടേംസ് വന്നിട്ടുണ്ട്. നമ്മുടെ കാറ്റഗറി 1 ഓക്കെ ഈ ടേംസ് കറക്റ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. ഇതിൽ വരുന്ന ചോദ്യങ്ങൾ സാധാരണ ഒരു സെന്റൻസ് തന്നിട്ട് റിപ്പോർട്ട് ദിസ് ടൈപ്പ് ഓഫ് സെന്റൻസ് അല്ലെങ്കിൽ കൺവേർട്ട് ടു പാസീവ് വോയിസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കാറ്റഗറി 1 സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സിലബസിൽ ആക്റ്റീവ് പാസീവ് ഒന്നും വന്നിട്ടില്ലല്ലോ, പക്ഷെ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ സിലബസ് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന രീതിയിൽ ഒരു ടേം അവിടെ കൊടുത്തിട്ടും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇന്ററഗേറ്റീവ് സെന്റൻസ്, ഇംപറേറ്റീവ് സെന്റൻസ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, നെഗറ്റീവ് സെന്റൻസസ്, ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ് ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അതേപോലെ ലാംഗ്വേജ് എലമെന്റ്സ്, അതായത് ലാംഗ്വേജ് എലമെന്റ്സ് നമ്മുടെ ഈ ഫോണറ്റിക്സ്, മോർഫോളജി അതൊക്കെയാണ്. അതിന്റെയൊക്കെ വളരെ ബേസിക് ആയിട്ടാണ് ചോദിക്കുക. അതിന്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി പെഡഗോജി സെഷനിലേക്ക് വരുമ്പം ഇത്രയും നമ്മളൊരു ഗ്രാമർ സെഷൻ, വെർബൽ അബിലിറ്റി സെഷൻ ഒക്കെ പറഞ്ഞു. ഇനി പെഡഗോജി സെഷനിലേക്ക് വരുമ്പം എല്ലാത്തിലും ചോദിക്കുന്നതായിട്ട് വരുന്ന ലാംഗ്വേജ് തിയറി, മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ്, ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, ടീച്ചിങ് മെറ്റീരിയൽസ്, ICT, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, CWS. ഇതെല്ലാം ചില കാറ്റഗറിയിൽ നിങ്ങൾ കാണില്ല സിലബസിൽ, പക്ഷെ അതേസമയം 4 കാറ്റഗറിയിലും ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ CWSN, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എല്ലാം. ദെൻ ഇവാലുവേഷൻ ആൻഡ് അസസ്മെന്റ്. ഇത്രയും കോമൺ ആയിട്ട് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളവയാണ്. ഇനി ചില എക്സ്ക്ലൂസീവ് ഏരിയാസും കൂടെയുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. എക്സ്ക്ലൂസീവ് സിലബസ് ആയിട്ട് വരുന്നത് ഒന്ന് ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. അത് കാറ്റഗറി 3ലും 4ലുമാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ഓക്കെ, അതായത് ചില എക്സാമ്പിൾ ഒരു സെന്റൻസ് ഒക്കെ തന്നിട്ട് അത് സിമിലി ആണോ മെറ്റഫർ ആണോ ചോദിക്കുക, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം തന്നിട്ട് ഒരു സെന്റൻസ് തന്നിട്ട് ഇതിൽ സിമിലി ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് മെറ്റഫർ ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ബേസിക് കോൺസെപ്റ്റ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. പക്ഷെ അത് കൂടുതലും കണ്ടിട്ടുള്ളത് 3 and 4 കാറ്റഗറീസിലാണ്. അതേപോലെ തന്നെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വന്നിട്ടുള്ളത് കാറ്റഗറി 2ലാണ് കണ്ടിട്ടുള്ളത്. ഇനി കാറ്റഗറി 1 മാത്രമായിട്ട് കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള നമുക്ക് വളരെ ബേസിക് കോൺസെപ്റ്റ് എന്ന ഫൗണ്ടേഷൻ എന്ന രീതിയിലാണ് കാറ്റഗറി 1 കുറച്ചും കൂടെ എക്സ്ക്ലൂസീവ് സിലബസ് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് ജെറൻസ് വന്നിട്ടുണ്ട്, ഇൻഫ്ലെക്ഷൻസ്, അഫിക്സസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ICT ബേസ്ഡ് എയ്ഡ്സ്. പക്ഷെ ഇതെല്ലാം നമ്മൾ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിക്ക് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ കാറ്റഗറി 1 എന്ന് പറയുമ്പോൾ നമ്മൾ അതൊരു ബേസിക് ലെവലിൽ അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞു എന്ന ധാരണയിലായിരിക്കും 2ലും 3ലും ഒക്കെ ഇതിനെ ബേസ് ചെയ്ത് ആപ്ലിക്കേഷൻ ലെവലോ ഹയർ ലെവലോ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഇതിന്റെ എല്ലാത്തിനും ഒരു ബേസിക് ഐഡിയ, ഒരു ഫൗണ്ടേഷൻ അവിടെ ലേ ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, സോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഒരു സോർട്ടിങ്, ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു, സോർട്ട് ചെയ്തു, ഇങ്ങനെ വെച്ചപ്പോൾ ഡൗട്ട് ഉണ്ടോ? കുറെ വെറുതെ ഇങ്ങനെ എടുത്ത് വായിച്ചാൽ മാത്രം മനസ്സിലാവും എന്നുള്ളത്. ഇതിപ്പോ നമ്മളൊരു കാറ്റഗറി 1 നമ്മൾ ജസ്റ്റ് ഒരു ഇത് ചെയ്ത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാം. ഇതിൽ ഞങ്ങൾ ചെയ്തത് 2012 മുതൽ ഫെബ്രുവരി 22 വരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. അതിൽ ഇംഗ്ലീഷിന്റെ ഭാഗം എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യനും വായിച്ച് അത് ഏതിന്റെ അടിയിൽ വരും. എക്സ്ക്യൂസ് മീ, എന്ന് എല്ലാവരും മ്യൂട്ട് ചെയ്യുക. കുറച്ച് പേരുടെ മൈക്ക് അൺമ്യൂട്ട് ആണ്, ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഒരു പ്രിപ്പോസിഷൻ എടുത്തു കരുതുക. കാണാൻ വിചാരിക്കുന്നത് പ്രിപ്പോസിഷൻ എന്നുള്ളത് ഞാൻ എടുത്തു. ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഫെബ്രുവരി 22 നിങ്ങൾക്ക് 140th ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. അതേസമയം ജൂണിൽ 2019 പ്രിപ്പോസിഷന്റെ ഭാഗത്ത് നിന്ന് നിയർലി 4 ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പോസിഷൻ ഏരിയയിൽ നിന്ന് മാത്രമായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ്, ഫ്രേസസ്. ഫ്രേസൽ വേർബ്സും ഇഡിയംസിന്റെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ജൂൺ 2017 ആ ഒരു ടൈം ആയപ്പോൾ 2018 ഒരുപാട് ചോദ്യങ്ങൾ, നിയർലി ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം ചോദിച്ചത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കാൻ. അല്ലാണ്ട് വെറുതെ ചോദിക്കുന്നിടത്തും ചോദിക്കാത്തടത്തും ഒക്കെ പഠിച്ചിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യല്ല. നമുക്ക് ഹാർഡ് വർക്കിനൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കും കൂടിയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇത്രയുമാണ് ഒരു ബിഗിനിങ് എന്ന നിലയിൽ നമ്മുടെ കേട്ടറ്റിന്റെ സിലബസിനെ പറ്റിയിട്ടും ഞങ്ങൾ ചെയ്ത ഒരു സ്ട്രാറ്റജിയെ പറ്റിയിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡിനെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞത്.
ഓക്കെ, ഇത് ഏകദേശം ഒരു ഐഡിയ ആയിട്ട് കൺസിഡർ ചെയ്യുക, ബേസിക് ആയിട്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ബേസിക് ക്ലാസ്, ഒരു ഡെമോ ക്ലാസ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഞാൻ എടുക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ്, ഡിറ്റർമിനേഴ്സ് ആൻഡ് പ്രിപ്പോസിഷൻസ് ആണ്. സിമ്പിൾ ആണ്, അതേസമയം നേരത്തെ കാണിച്ച പോലെ പ്രിപ്പോസിഷൻസ് എന്നൊക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. 4 കാറ്റഗറിക്കാർക്കും ഒരേപോലെ ചോദ്യം വരുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ വിത്ത് ആർട്ടിക്കിൾസ്. എന്താ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ? ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ ഒരു നൗണിന്റെ മുന്നേ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ലെറ്റർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് ആർട്ടിക്കിൾസ്. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നൗൺ സ്പെസിഫിക് ആണോ അൺസ്പെസിഫിക് ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടെ ക്ലിയർ ആയി പറഞ്ഞാൽ, കോൾ എ പേഴ്സൺ എന്ന് ഞാൻ പറയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ വിളിക്കൂ എന്നാണ്. ഏതെങ്കിലും ഒരാളെ വിളിക്കൂ. കോൾ ദ പേഴ്സൺ എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ ആ മനുഷ്യനെ വിളിക്കൂ. ഓക്കെ, ഓർ ദിസ് ഈസ് എ പെൻ, ദിസ് ഈസ് എ പെൻ, ദിസ് ഈസ് ദ പെൻ. അപ്പൊ ഇത് ഏതോ ഒരു പെന്നാണ്. അല്ലെ, ഗിവ് മീ എ പെൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെന്ന് തരൂ. ഗിവ് മീ ദ പെൻ എന്ന് ഞാൻ പറഞ്ഞ പെർട്ടിക്കുലർ ആയിട്ട് എനിക്ക് ആ പേന വേണം എന്നാണ്. അപ്പൊ ആ ഒരു നൗണെ നമ്മൾ എന്ത് ചെയ്തു? ഒന്നെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയും, അല്ലെങ്കിൽ അൺസ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒന്ന് എന്ന രീതിയിൽ കാണിക്കും. റൈറ്റ്? ഈ ജനറൽ ആയിട്ടാണോ പെർട്ടിക്കുലർ ആയിട്ടാണോ നമ്മുടെ നൗണെന്ന് കാണിക്കാനാണ് ഇവിടെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത്. ആൻഡ് അങ്ങനെ നോക്കുമ്പോൾ അവിടെ 2 ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾ ആണ് ഉള്ളത്. ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഒന്ന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ ഇറ്റ് റെഫേഴ്സ് ടു എ പെർട്ടിക്കുലർ നൗൺ. ഓക്കെ, അതിൽ ഒരു ആർട്ടിക്കിളേ ഉള്ളൂ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ദ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഹി ഈസ് ദ മാൻ ഹൂ ഇൻസൾട്ടഡ് മീ. അയാൾ ഏതെങ്കിലും ഒരു മനുഷ്യനല്ല. ഹി ഈസ് ദ മാൻ, ആ പെർട്ടിക്കുലർ മനുഷ്യൻ ഹൂ ഇൻസൾട്ടഡ് മീ. ഓക്കെ, പ്ലീസ് ഗിവ് മീ ദ ബുക്ക്. പ്ലീസ് ഗിവ് മീ എ ബുക്ക്. ഏതെങ്കിലും ഒരു പുസ്തകം തരൂ എന്നല്ല ചോദിച്ചേ. പ്ലീസ് ഗിവ് മീ ദ ബുക്ക്, ആ പെർട്ടിക്കുലർ പുസ്തകം എനിക്ക് തരൂ എന്നാണ്. സോ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതാണ്? ദ ആണ്. ഓക്കെ, അടുത്തതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ജനറൽ ആയിട്ട് അൺസ്പെസിഫൈഡ് ആയിട്ട് ഒരു നൗണിനെ സൂചിപ്പിക്കാനാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. അത് 2 എണ്ണമാണ്, എ ഓർ ആൻ. അത് നമ്മുടെ ബേസിക് നോളജൻസ് നിങ്ങൾക്ക് അറിയാലോ. വവൽസ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ ആൻ ആയിരിക്കും. ആൻ ആപ്പിൾ. ഓക്കെ, എ ബുക്ക്. ഓക്കെ, അങ്ങനെ വരുന്നത്. എ മാൻ കോൾഡ് മീ. ഏതോ ഒരു മനുഷ്യൻ. ഓക്കെ, ഒരാൾ എന്നെ വിളിച്ചു, അത്രയേ ഉള്ളൂ. ഒരു പെർട്ടിക്കുലർ ആള് വിളിച്ചു എന്നല്ല. ഇറ്റ്സ് എ ജനറൽ തിങ്. എ മാൻ കോൾ മീ. പ്ലീസ് ഗിവ് മീ എ ബുക്ക്. ഏതെങ്കിലും ഒരു ബുക്ക് തരൂ. ഓക്കെ, സോ ആർട്ടിക്കിൾസ് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഡെഫിനിറ്റ് ഉണ്ട്, ഇൻഡെഫിനിറ്റ് ഉണ്ട്. ഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയാനാണ് ആർട്ടിക്കിൾ ദ ആണ്. ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ 2 എണ്ണമാണ്, എ ഓർ ആൻ. ഓക്കെ, അതിനെ നമ്മൾ ജനറൽ ആയിട്ട് ഒരു നൗണിനെ അൺസ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത നമ്മുടെ ടേം ആണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനെ സൂചിപ്പിക്കാനാണ് ഇന്റന്റ് ചെയ്യുന്നത്, നമ്മൾ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഡിറ്റർമിനേഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനിപ്പോ ഏതെങ്കിലും ഒരു നമ്പേഴ്സിനെയാണോ, ഒരു കൂട്ടം ആൾക്കാരെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷനെയാണോ കാണിക്കുന്നത്, സ്പെസിഫിക് ആയിട്ട് എന്തിനെങ്കിലും സൂചിപ്പിക്കുകയാണ്. ഇതെല്ലാം കാണിക്കുന്നത് ആരാണ്? ഡിറ്റർമിനേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നിയർലി മെയിൻലി നമ്മൾ കൂടുതൽ ജനറൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരു 9 ടൈപ്സ് ഓഫ് ഡിറ്റർമിനേഴ്സ് ആണ് ഉള്ളത്. ആൻഡ് ദേ ആർ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഒബ്വിയസ്ലി ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഡിറ്റർമിനേഴ്സ് ആണ്. കാരണം ആർട്ടിക്കിൾസ് എന്താണ് ചെയ്യുന്നത്? ഒരു നൗൺ സ്പെസിഫിക് ആണോ അൺസ്പെസിഫിക് ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ comes demonstrative, possessive determiners, quantifiers, numbers, distributives, different words and predeterminers. ഇനി ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാം, അതല്ലെങ്കിൽ എറർ ഡിറ്റക്ഷൻ എന്നുള്ള രീതിയിൽ വരാം, അല്ലെങ്കിൽ ചൂസ് ദ കറക്റ്റ് വൺ എന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ഇതിൽ എവിടെ എന്താണ് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത് എന്ന് അറിയണം. അത് അറിയണമെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണെന്നും ആ സിറ്റുവേഷനിൽ ആഡ് ചെയ്യേണ്ട വേർഡ്സിന്റെ ഗ്രൂപ്പ്, ഓക്കെ, ഏതൊക്കെ ഈ സിറ്റുവേഷനിൽ വരാം എന്നും നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. ആ ബേസിക് കോൺസെപ്റ്റ് നമ്മൾ അവിടെ ഉണ്ടാക്കിയിരിക്കണം. ഇതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ദ ആണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ട് എ വരും, ആൻ വരും. ഡിമോൺസ്ട്രേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സംഭവത്തെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്.
ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയണം. ദിസ് പെൻ, ദീസ് പീപ്പിൾ, ദോസ് ബോയ്സ് ആർ ഓൾവേസ് ക്വാറലിംഗ്. അത് നമ്മൾ ഏതെങ്കിലും ബോയ്സ് അല്ല, നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ആ ബോയ്സ് ആണ്. ഓക്കെ, ദോസ് ബോയ്സ് ആർ ഓൾവേസ് ക്വാറലിംഗ് ഓർ ദീസ് ഗേൾസ് ആർ ഓൾവേസ് പ്ലേയിങ്. ഓക്കെ, സോ ദാറ്റ് ക്യാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് സൂചിപ്പിക്കുകയാണ്. അപ്പൊ അതാണ് ഡിമോൺസ്ട്രേറ്റീവ് ആയിട്ട് വരുന്നത്. ഡെമോൺസ്ട്രേറ്റീവ്സ് ഏതൊക്കെയാണുള്ളത്? ദിസ്, ദാറ്റ്, ദീസ് ആൻഡ് ദോസ്. നെക്സ്റ്റ്, പൊസസീവ് ഡിറ്റർമിനേഴ്സ്. പൊസസീവ് ഡിറ്റർമിനേഴ്സ്, അവിടെ ഒരു വേർഡ് ഉണ്ട്, പൊസഷൻ. പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഷോസ് എ സോർട്ട് ഓഫ് ഓണർഷിപ്പ്. ഓക്കെ, അതായത് നമ്മുടെ സ്വന്തമായിട്ടുള്ള, ഇപ്പൊ എന്റെ, ദിസ് ഇസ് മൈ ഹൗസ്, ദിസ് ഇസ് ഹിസ് ക്യാറ്റ്, ഓക്കെ, ദിസ് പെൻ ഇസ് ഹേഴ്സ് എന്ന് പറയുന്ന ഒരു പൊസഷൻ കാണിക്കാണ്. മൈ, യോഴ്സ്, ഹിസ്, ഹർ, ഇറ്റ്സ്, അവർ, ദെയർ. ഓക്കെ, സോ ഇത്രയുമാണ് പൊസസീവ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് is quantifiers. Quantifiers, as you all know, as the term suggests, term പറയുന്ന പോലെ തന്നെ ഒരു ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്വാണ്ടിറ്റി പറയുമ്പോൾ a few, a little, much, many. I have many chocolates with me. Okay, a lot of, most, some, any, enough. ഇനി ഈ ക്വാണ്ടിഫയേഴ്സ് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് ശ്രദ്ധിക്കേണ്ട രണ്ട് ടേംസ് ഉണ്ട്, a few and a little. a few and a little പലപ്പോഴും പലർക്കും തെറ്റുന്നൊരു കാര്യമാണ്. ഈ a few a littleും ഓപ്ഷനായി വന്നുകൊണ്ട് നമ്മുടെ കേട്ടറ്റിൽ പല തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുണ്ട്. ശ്രദ്ധിക്കുക, there is little water in the glass. There is a little water in the glass. രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒന്ന്, there is little water in the glass എന്ന് പറയുമ്പോൾ ലിറ്റിൽ എന്ന വേർഡിന്റെ അർത്ഥം കുറച്ച് എന്നാണെങ്കിലും ആ സെന്റൻസിന്റെ അർത്ഥം ആ ഗ്ലാസ്സിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ല എന്നാണ്. വെറും ലിറ്റിൽ എന്ന് മാത്രം വന്നാൽ, അല്ലെങ്കിൽ വെറും ഫ്യൂ എന്ന് മാത്രം വന്നാൽ അവിടെ ഒന്നും തന്നെ ഇല്ല, നത്തിങ് ഇസ് ദർ എന്ന അർത്ഥമാണ്. അതല്ല, നിങ്ങൾക്ക് അവിടെ കുറച്ച് എന്തോ ഉണ്ട്, ഓക്കെ, there is something remaining, കുറച്ച് എന്തോ ഉണ്ട് എന്ന് കാണിക്കാനാണെങ്കിൽ ആഡ് a few. There is a little water in the glass. There are a few vegetables in the kitchen. ഇങ്ങനെ പറയുമ്പോൾ മാത്രമേ അവിടെ കുറച്ചെന്തോ ഉണ്ട് എന്നൊരു ധ്വനി അല്ലെങ്കിൽ എന്നൊരു മീനിങ് വരുള്ളൂ. There are few vegetables, there is little water എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒന്നും ഇല്ല എന്ന അർത്ഥമാണ് വരുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കുക, എ ആഡ് ചെയ്താൽ മാത്രം എന്തുള്ളൂ, അവിടെ ഒരു ക്വാണ്ടിറ്റി, കുറച്ചെന്തോ ഉണ്ട് എന്നൊരു ക്വാണ്ടിറ്റി വരികയുള്ളൂ. നെക്സ്റ്റ്, നമ്പേഴ്സ് വരുന്നത്. നമ്പേഴ്സ് ഒരു സോർട്ട് ഓഫ് ഡിറ്റർമിനേഴ്സ് ആണ്. അതായത് ഓക്കെ, ഐ ഹാവ് 2 apples, ഷീ ഹാസ് 2 oranges എന്നൊക്കെ പറഞ്ഞ നമ്പേഴ്സ്, ഏത് നമ്പർ വേണമെങ്കിലും അതിൽ വരും. നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടീവ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനെ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സംഭവം നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനോമിനയുടെ ഇഫക്റ്റ് ഒരു ഗ്രൂപ്പിനെ ബാധിക്കുക, ഇതൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ഡിറ്റർമിനേഴ്സ് നമ്മൾ ഉപയോഗിക്കും. Okay, give the chocolates to all of your friends. Okay, അവിടെ all ആർക്ക് വേണം, എല്ലാവർക്കും കൊടുക്കുക. This is for you both. ഇത് നിങ്ങൾ രണ്ടുപേർക്കുമാണ്. അപ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. This is for you. Am I audible to you? Okay. Okay, fine. സോ നേരത്തെ പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒരു ഗ്രൂപ്പിനെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദ സൈക്ലോൺ ഇഫക്റ്റഡ് ഓൾ ഓഫ് us or each of the city, each of the people എന്നൊക്കെ പറയുന്ന രീതിയിലായിരിക്കും ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ്സ് വരിക. ഓക്കെ, അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണിക്കുന്നത്. അടുത്ത ഡിഫറൻസ് വേർഡ്സ് എന്ന് പറയുന്നത് ഇതല്ലെങ്കിൽ അത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടേക്ക് ദ അതർ വൺ, നോട്ട് ദ അനദർ വൺ. ക്യാൻ യു ഷോ മീ അനദർ പീസ് ഓഫ് ക്ലോത്ത്, ക്യാൻ യു ഗിവ് മീ ദ അതർ കളർ. അപ്പൊ ഇതല്ല, മറ്റേതാണ് നമുക്ക് വേണ്ടത്, അടുത്തതാണ് വേണ്ടത് എന്ന് കാണിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഡിഫറൻസ് വേർഡ്സ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഇസ് പ്രീഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഈ 4 പ്രീഡിറ്റർമിനേഴ്സ്. സച്ച്, വാട്ട്, റാദർ, ക്വയറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദിസ് പ്ലേസ് ഇസ് ക്വയറ്റ് കാം, such a beautiful day. Okay, then
വാട്ട് എ അഡോറബിൾ ബേബി ഷീ ഹാസ്. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുക? പ്രീ ഡിറ്റർമിനേഴ്സ് ഉപയോഗിക്കാം. അപ്പൊ ഇതെല്ലാം ഇന്നതാണെന്നും പറഞ്ഞിട്ട് ഈ ടേബിൾ കാണാതെ പഠിക്കുകയല്ലേ വേണ്ടത്. ഇൻസ്റ്റഡ് ഇതുപോലെ ടേബിൾ അല്ലെങ്കിൽ ഇതുപോലത്തെ കുറേ വേർഡ്സ് നമ്പർ ഇട്ട് നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പം ഓരോന്നും എവിടെ ഉപയോഗിക്കണമെന്ന് അതിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. ഓക്കെ, ആൻഡ് ഇതിൽ ഓരോ വേർഡിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞ് എവിടെ പ്ലേസ് ചെയ്യണം എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് വന്നാലും ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഓക്കെ, സോ ഇത്രയുമാണ് ഡിറ്റർമിനേഴ്സ് വരുന്നത്. അടുത്ത ഒരു ടേം ആണ് നമ്മുടെ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിപ്പോസിഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് കരുതുക, ഇംഗ്ലീഷ് ലാംഗ്വേജ്, നിങ്ങൾ അതിന്റെ അഗ്രഗണ്യരാണ്, അല്ലെങ്കിൽ യു ആർ വെരി മച്ച് ഗുഡ് അറ്റ് യു ഹാവ് അഡ്വാൻസ് നോളജ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഈ പ്രിപ്പോസിഷൻസിൽ അടിപൊളിയായിരിക്കണം. കാരണം നമ്മളെല്ലാം സംബന്ധിച്ച് വളരെ സിമ്പിൾ ആണ് പ്രിപ്പോസിഷൻസ്, ഇറ്റ്സ് വെരി ഈസി, ഞാൻ നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ദർ ആർ മൈന്യൂട്ട് ഡിഫറൻസസ് വിച്ച് ചേഞ്ച് ദ എൻറ്റയർ സെന്റൻസ് മീനിങ്. ആ ഒരു സെന്റൻസിന്റെ മീനിങ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ ഈ പ്രിപ്പോസിഷൻസിന് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. എന്താ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്? ആ ടേം തന്നെ ശ്രദ്ധിച്ചു നോക്കുക. ഇറ്റ് ഈസ് പ്രീപൊസിഷൻ. പ്രീപൊസിഷൻ രണ്ട് ടേംസ് ആണ്. ഒന്ന് പ്രീ എന്ന് പറഞ്ഞ മുന്നേ. സോ ഏതെങ്കിലും ഒരു നൗണിനോ പ്രോനൗണിനോ നൗൺ ഫ്രേസിനോ ഒക്കെ മുന്നേ പ്ലേസ് ചെയ്യുന്ന ലെറ്റർ ഓർ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ, ടൈം, പ്ലേസ്, ലൊക്കേഷൻ ഓർ സ്പേഷ്യൽ റിലേഷൻഷിപ്പ്. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഒരു നൗണിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ കാണിക്കാൻ, ഒരു ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി, ഓക്കെ, അതിന്റെ ആ ഒരു അതെവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുക. ഓക്കെ, നമുക്ക് ഇതിൽ ഓരോന്നും എങ്ങനെ വരുന്നും കൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ. ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണ്? 4 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. ടു, into, in, onto. He is going to Delhi. എങ്ങോട്ടാ പോകുന്നേ? He is going to Delhi. ഡൽഹിയിലേക്ക് പോവുകയാണ്. The cat fell into the well. എങ്ങോട്ടാ വീണത്? പൂച്ചയുടെ വീഴ്ചയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? into the well. കിണറിന്റെ ഉള്ളിലേക്കാണ് വീണത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പറയുകയാണ്. He is going to Delhi for a vacation. ഇവിടെ ഒരു പ്ലേസ് ഒക്കെ പറയുകയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടു ആഡ് ചെയ്യാം. അതേസമയം നിങ്ങളുടെ എക്സാമിനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് വരികയാണ് എറർ ഡിറ്റക്ഷന്റെ ഭാഗമായിട്ടൊക്കെ ആയിട്ട്, ലൈക്ക് ഐ ആം ഗോയിങ് ടു ഹോം, ഹി ഈസ് ഗോയിങ് ടു അബ്രോഡ്, ഐ ആം കമ്മിങ് ഫ്രം, ഓക്കെ, ഐ ലെഫ്റ്റ് ഫ്രം ഹോം. ഇങ്ങനെയൊക്കെ വരുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു ടേം ശ്രദ്ധിക്കുക, ഈ ഹോം, അബ്രോഡ് ഇങ്ങനത്തെ വേർഡ്സ് വരുമ്പം അവിടെ പ്രിപ്പോസിഷൻസിന്റെ ആവശ്യമില്ല. ഓക്കെ, അവിടെ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കേണ്ട. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ആം ഐ ഓഡിബിൾ ടു യു? ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഐ ആം ഗോയിങ് ടു ഡൽഹി എന്നതിന് പകരം ഇവിടെ ഹോം ആണെന്ന് കരുതുക. ഓക്കെ, ഇവിടെ ഹോം ആണെങ്കിൽ ഈ ഒരു ടുവിന്റെ ആവശ്യം അവിടെ ഇല്ല. ഹി ഈസ് ഗോയിങ് ഹോം, ഹി ഈസ് ഗോയിങ് അബ്രോഡ്. അതേപോലെ തന്നെയാണ് ഐ ലെഫ്റ്റ് ഫ്രം ഹോം എന്ന് പറയില്ല, ഐ ലെഫ്റ്റ് ഹോം എന്നേ പറയുകയുള്ളൂ. ഓക്കെ, ഐ ലെഫ്റ്റ് ഹോം ഇൻ ദ ഈവനിങ്. ഹി ഈസ് ഗോയിങ് അബ്രോഡ് നെക്സ്റ്റ് വീക്ക്. അപ്പൊ അവിടെ എന്താണ്, ഈ അബ്രോഡ് ഹോം എന്ന വേർഡ്സിന്റെ കൂടെ പ്രിപ്പോസിഷൻസിന്റെ ആവശ്യമില്ല. ഇതേപോലെ പ്രിപ്പോസിഷന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം. ഡയറക്ഷൻ കഴിഞ്ഞു. ഡയറക്ഷൻ ഏതൊക്കെയായിരുന്നു? ടു, ഇൻ ടു, ഓൺ ടു. ഓക്കെ, അടുത്തത് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം. അത് മെയിൻ ആയിട്ട് ആദ്യം വരുന്ന 3 എണ്ണാണ്. ഇൻ, അറ്റ് ആൻഡ് ഓൺ. ഇൻ, അറ്റ്, ഓൺ. ഇത് 3ഉം ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ കടന്നിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ 3 പ്രിപ്പോസിഷൻ. ഇത് 3ഉം ഉപയോഗിക്കേണ്ട സ്പെസിഫിക് പ്ലേസസ് ഉണ്ട്. ഇൻ ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? ശ്രദ്ധിക്കുക. We will be meeting in the evening. We will be meeting in Mondays, in the summer, in the next year. ഇങ്ങനെയൊന്നും പറയില്ല.
പകരം ഒരു ദിവസത്തിന്റെ ചില സമയത്ത്, അതായത് ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇയേഴ്സ് പറയാം. ഓക്കെ, അതായത് ഇൻ 2020. അതേപോലെ മന്ത്സ് പറയാം, ഇൻ ജൂലൈ. മൈ മാരേജ് ഈസ് ഇൻ ജൂലൈ. ഓക്കെ, വി വിൽ ബി മീറ്റിംഗ് ഇൻ 2050 എന്ന് പറഞ്ഞ് ഇയർ വരുമ്പം, അതേപോലെ തന്നെ സീസൺസ് വരുമ്പം, മന്ത്സ് വരുമ്പം, ദെൻ പാർട്സ് ഓഫ് ദ ഡേ, ഒരു ദിവസത്തിന്റെ ചില പാർട്സ്, ഇപ്പം മോർണിംഗ് ആൻഡ് ഈവനിങ്, ഇങ്ങനെ വരുമ്പോഴൊക്കെ എന്ത് നമുക്ക് ഉപയോഗിക്കാം? ഇൻ ഉപയോഗിക്കാം. അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ആണ് ഇൻ. ഓക്കെ, അടുത്തത് അറ്റ് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? അറ്റ് ഉപയോഗിക്കേണ്ടത് ഇപ്പോഴാണ്, ഈ സമയങ്ങളിലാണ്. ഒന്ന്, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് നൈറ്റ്, അറ്റ് നൂൺ. കാരണം അവിടെയൊക്കെ ഒരു കറക്റ്റ് ടൈം ഉണ്ട്. അറ്റ് നൂൺ എന്ന് പറഞ്ഞ എന്താണ്? കറക്റ്റ് 12 മണിയാണ്. അറ്റ് നൈറ്റ് എന്ന് പറയാം, അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയാം. അതേപോലെ അറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സമയമാണ്, കൃത്യമായിട്ട് സമയം പറയുന്നുണ്ടെങ്കിൽ, ലൈക്ക് ഷീ റീച്ച് ദർ അറ്റ് 7 PM, അറ്റ് 8 o'clock എന്ന് പറഞ്ഞ് കൃത്യമായിട്ടൊരു ടൈം പറയുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് അറ്റ്. ഓക്കെ, അതേപോലെ ന്യൂൺ ആണെങ്കിൽ, നൈറ്റ് ആണെങ്കിൽ, മിഡ് നൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. പക്ഷേ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഓക്കെ, ഇൻ സമ്മർ, ഇൻ 2050, ഇൻ ഓട്ടം. ഓക്കെ, അടുത്തത് ഓൺ. ഓൺ ഉപയോഗിക്കുന്നത് ഡേയ്സ് വരുമ്പോഴാണ്. ഓൺ മൺഡേ, ഓൺ സൺഡേ, ഓൺ ട്യൂസ്ഡേ. അപ്പൊ ഡേയ്സ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഓൺ ഉപയോഗിക്കുക. ഓക്കെ, ഹി ഈവൻ വർക്ക്സ് ഓൺ സൺഡേസ്. ഓക്കെ, ഒരു ഡേയ്സ് വരുമ്പോ, അല്ല അതേപോലെ ഡേറ്റ് വരുമ്പം, ഐ വിൽ ബി മീറ്റിംഗ് യു ഓൺ 20th April, ഓൺ 20th April. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് പറയുകയാണെങ്കിൽ എന്ത് ഉപയോഗിക്കും? ഓൺ ഉപയോഗിക്കും. അതേസമയം ഇയറോ മന്തോ ഒക്കെ പറയുകയാണെങ്കിൽ ഇൻ ഉപയോഗിക്കും. ഓക്കെ, 3 പ്രിപ്പോസിഷൻസും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഷാൽ ഐ കണ്ടിന്യൂ? Yes, ma'am. ഓക്കെ, അടുത്തത് ടൈമിന്റെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ, അറ്റ് ആൻഡ് ഓൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ടൈം പറയുന്നുണ്ട്. ഇപ്പം ഇൻ ദ ഈവനിങ്, അതൊരു എക്സ്റ്റൻഡഡ് ടൈം ഒന്നുമല്ല. ഇൻ ദ ഈവനിങ്, അറ്റ് മിഡ് നൈറ്റ്, ഓൺ 20th, റൈറ്റ്? അതേസമയം ഒരു എക്സ്റ്റൻഡഡ് ടൈം പീരീഡ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻസ് ആണ് സിൻസ്, ഫോർ, ബൈ, ഡ്യൂറിങ്, ദെൻ ഫ്രം 9 to 5 PM എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഫ്രം ടു, ദെൻ ഫ്രം, അൺടിൽ, വിത്ത്, വിത്തിൻ. ഇതൊക്കെ ഒരു എക്സ്റ്റൻഡഡ് ടൈം പീരീഡ്, അതായത് ഒരു പെർട്ടിക്കുലർ ഒരു പോയിന്റിലല്ലാണ്ട് കുറച്ച് നേരത്തേക്കുള്ള സമയം അത് സൂചിപ്പിക്കാനാണ് നമ്മൾ ഇത്തരം പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കൂ, ഷീ ഹാസ് ബീൻ വർക്കിംഗ് ദർ ഫോർ 5 years. അവൾ അന്ന് രാവിലെ വർക്ക് ചെയ്തു എന്നല്ല പറയുന്നത്, അന്ന് നൈറ്റിൽ വർക്ക് ചെയ്തു എന്നല്ല പറയുന്നത്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഫോർ, ഒരു എക്സ്റ്റൻഡഡ് ടൈം പീരീഡ് ആണ്. 5 കൊല്ലത്തോളമായിട്ട് ആ കുട്ടി അവിടെ വർക്ക് ചെയ്യുകയാണ്, റൈറ്റ്? സോ അവിടെ എക്സ്റ്റൻഡഡ് ടൈം പീരീഡ് വരും. നമ്മൾ എന്ത് പറയുന്നു? ഷീ ഹാസ് ബീൻ വർക്കിംഗ് ദർ ഫോർ 5 years. അടുത്തത്, വി ഹാവ് ടു ഫിനിഷ് ദിസ് ബൈ 5. 5 മണി ആവുമ്പോഴത്തേക്കും നമുക്കിത് ഫിനിഷ് ചെയ്യണം. അപ്പൊ അവിടെ എന്താണ്? 5 മണി ആവുമ്പോഴേക്കും, 5-ന് കറക്റ്റ് എന്നല്ല, 5 ആവുമ്പോഴേക്കും. അപ്പൊ അവിടെ ഒരു ടൈം എക്സ്റ്റൻഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, അടുത്ത സെൻസ്, ഐ യൂസ് ടു വിസിറ്റ് മൈ ഗ്രാൻഡ് പാരന്റ്സ് ഡ്യൂറിങ് ഹോളിഡേയ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ടൈം പറയുമ്പം ഒരു പെർട്ടിക്കുലർ, നിങ്ങൾ ആ ഇൻ, അറ്റ് ആൻഡ് ഓൺ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി ഒരു എക്സ്റ്റൻഡഡ് ടൈം ഒക്കെ വരുമ്പോൾ ഇതിലേതെങ്കിലും ഒക്കെ ആയിരിക്കും ഉപയോഗിക്കേണ്ടതെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത് പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് ആണ്. ഓക്കെ, സ്ഥലത്തിന്റെ ഒരു പ്ലേസ് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്താ? ഇൻ, അറ്റ്, ഓൺ, ഇൻസൈഡ്, ഓവർ, above, below, below the table. Okay, beneath, the cat is beneath the chair. Under, underneath, by, near, next to, between, among, opposite. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട 2 ടേംസ് ഞാൻ എടുത്തു പറയുകയാണ്. നമ്മൾ വളരെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന, വി ആർ നോട്ട് ദ നേറ്റീവ് സ്പീക്കേഴ്സ്, റൈറ്റ്? നമ്മളൊക്കെ ഒരു ഇംഗ്ലീഷിനെ ഒന്നെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് ആയിട്ടോ അല്ലെ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ആയിട്ട് കാണുന്നവരാണ്. നമ്മളെ സംബന്ധിച്ച് ഈ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെതായിട്ടുള്ള ആ ഒരു ആയാസം നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് വളരെ
ഇംഗ്ലീഷ് പഠിച്ചു പറയേണ്ടവരാണ് നമ്മൾ. അപ്പൊ അതിൽ വരുന്ന ചില മിസ്റ്റേക്സ് ആണ് ഈ സെഷൻസിന്റെ ഇടയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ബിറ്റ്വീൻ ആൻഡ് എമോങ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 ടേംസ് ആണ് ബിറ്റ്വീൻ ആൻഡ് എമോങ് എന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹി ഈസ് ഗോയിങ് അബ്രോഡ്, ഈ ടു നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആണ് ഈ ബിറ്റ്വീനും എമോങ്ങും. ബിറ്റ്വീൻ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? 2 വ്യക്തികൾ ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ 2 വ്യക്തികളോ വസ്തുക്കളോ അങ്ങനെ 2 നൗൺസ് ഉള്ളപ്പോഴാണ് നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുക. അതേസമയം 3-ലധികം ആളുകൾ അല്ലെങ്കിൽ 3-ലധികം വസ്തുക്കൾ, ഓക്കെ, ഒരുപാട് പേര് എന്നൊരു കോൺസെപ്റ്റ് വരുമ്പോൾ എന്ത് ഉപയോഗിക്കണം? എമോങ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ബിറ്റ്വീനും എമോങ്ങും ഒരു സിനോണിം രീതിയിൽ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിനും സ്ലൈറ്റ് ഡിഫറൻസുകൾ ഉണ്ട്. ബിറ്റ്വീൻ എന്ന് പറയുന്ന 2 വ്യക്തികൾ, 2 വസ്തുക്കൾ, 2 കോൺസെപ്റ്റ്സ്. ഓക്കെ, ബിറ്റ്വീൻ എന്ന് പറയുന്ന 2 കാര്യങ്ങൾ, 2 എൻറ്റിറ്റീസിന് ഇടയിൽ, എയ്ക്കും ബിക്കും ഇടയിൽ. അതേസമയം ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ഒരു 3-ഓ അതിലധികമോ ആളുകളോ വ്യക്തികളോ കോൺസെപ്റ്റ്സോ ഐഡിയാസോ വാട്ട് എവർ ഇറ്റ് ഈസ് അതുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേർഡ് ഉപയോഗിക്കും? പ്രിപ്പോസിഷൻ. ഇറ്റ്സ് എമോങ്. ഓക്കെ, അടുത്തത് പ്രിപ്പോസിഷൻ ഓഫ് ലൊക്കേഷൻ. എന്തിനെങ്കിലും ലൊക്കേഷൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുമുണ്ട് ഇൻ, അറ്റ്, ഓൺ. അവിടെ ശ്രദ്ധിക്കേണ്ട ഇന്നും അറ്റുമാണ്. ഒന്ന്, വി ലിവ് ഇൻ ഇന്ത്യ. നമ്മൾ വളരെ ഒരു വലിയൊരു ജോഗ്രഫിക്കൽ ഏരിയ പറയുക വിചാരിച്ചോ. ഐ ലിവ് ഇൻ അമേരിക്ക, ഐ ലിവ് ഇൻ ഇന്ത്യ. അവിടെ എവിടെ വേണമെങ്കിലും ആവാം. അപ്പൊ അതൊരു എക്സ്റ്റെൻഡ്, ഒരു വലിയൊരു ഏരിയ ആണ്. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇൻ എന്ന് പറയുന്നത് ഉപയോഗിക്കും. അതേസമയം പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ അതിനെ നാരോ ഡൗൺ ചെയ്ത് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ, ഓക്കെ ഓക്കെ, അവിടെ വരുമ്പോൾ എന്ത് പറയും? മൈ ഹൗസ് ഈസ് അറ്റ് സ്റ്റാച്യു, അറ്റ് കോഴിക്കോട് എന്ന് പറഞ്ഞ് പെർട്ടിക്കുലർ ആയിട്ടൊരു പോയിന്റ് പറയുകയാണെങ്കിൽ അവിടെ അറ്റ് വരും. അതല്ല വലിയൊരു വാസ്റ്റ് ഏരിയ വെച്ച് പറയുകയാണെങ്കിൽ അവിടെ ഇന്നാണ് ഉപയോഗിക്കുക. ഐ ലിവ് ഇൻ ഇന്ത്യ, യു ക്യാൻ ഫൈൻഡ് ഹെർ അറ്റ് ദ കോഫി ഷോപ്പ്. യു ക്യാൻ ഫൈൻഡ് ഹെർ അറ്റ് ദ കോഫി ഷോപ്പ്. വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇൻ വത്തിക്കാൻ സിറ്റി, അറ്റ് ദ കോഫി ഷോപ്പ് ഇൻ വത്തിക്കാൻ സിറ്റി. വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത് ഒരു ലാർജർ ജോഗ്രഫിക്കൽ ഏരിയ ആണ്. അറ്റ് ദ സെയിം ടൈം കോഫി ഷോപ്പ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഓൺ എന്ന് പറയുമ്പോൾ ദ കാർട്ടൻസ് ആർ പ്ലേസ്ഡ് ഓൺ ദ ഡെസ്ക്. കാർട്ടൻസ് എവിടെ കണ്ടുപിടിക്കാൻ പറ്റും? ദേ ആർ ഓൺ ദ ഡെസ്ക്. നെക്സ്റ്റ്, പ്രിപ്പോസിഷൻസ് ഓഫ് സ്പേഷ്യൽ റിലേഷൻഷിപ്സ്. സ്പേഷ്യൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം വിത്ത് റെഫറൻസ് ടു അനദർ, മറ്റൊരു വസ്തുവിനെ വെച്ചിട്ട്. ഫോർ എക്സാമ്പിൾ, ദ ക്യാറ്റ് ഈസ് ബിഹൈൻഡ് ദ ഡോർ. ദ ക്യാറ്റ് ഈസ് ബിഹൈൻഡ് ദ ഡോർ. നമുക്ക് ക്യാറ്റിനെ ലൊക്കേറ്റ് ചെയ്യണം. ക്യാറ്റ് എവിടെയാ ഉള്ളത്? ആ ഡോറിന്റെ പിറകിലാണുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഡോറിനെ വെച്ച് മാത്രമേ ആ ക്യാറ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ സ്പേഷ്യൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ആണ് ഇവയെല്ലാം. ബിഹൈൻഡ്, ദ ക്യാറ്റ് ഈസ് ബിഹൈൻഡ് ദ ഡോർ. ബിലോ, ദ ബോൾ ഈസ്, ഓക്കെ, ദ ബോൾ എന്താ പറയാ, ഒരു എക്സാമ്പിൾ പറയൂ ബിലോ വെച്ചിട്ട് അറിയില്ല. ഓക്കെ, ഐ ഹാവ് പ്ലേസ്ഡ് ദ കാർട്ടൻ ബിലോ ദ ചെയർ. നെക്സ്റ്റ്, അപ്പൊ അതാ ഒരു സ്പേഷ്യൽ റിലേഷൻഷിപ്പ് വരുന്നത് നമുക്ക് ചെയറിന്റെ അടിയിൽ. അപ്പൊ ചെയർ അവിടെ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് റെഫർ ചെയ്ത് വേണം അത് പറയാൻ വേണ്ടി. നമുക്ക് വെറുതെ അവിടെ ഉണ്ട് എന്നല്ല, ഒന്നിന്റെ പുറകിൽ അല്ലെങ്കിൽ ഒന്നിന്റെ അടുത്തായിട്ട്. നെക്സ്റ്റ് ടു യു, നിയർ ദ ടേബിൾ എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ കാണിക്കുക. ബിനീത്ത്, ബിസൈഡ്, ബിറ്റ്വീൻ, എബവ്, അക്രോസ്, against, ahead of, along, among, around, in front of, inside, near. He works towards me, or he is working towards me. ഓക്കെ, അപ്പൊ അത് അവിടെ എന്താണ്? അയാൾ നടന്നു വരുന്നു. അയാളെ പറ്റി ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വിത്ത് റെഫറൻസ് ടു മീ. എന്നോടടുത്തോ എന്റെ അടുത്തേക്കാണ് അയാൾ നടന്നു വരുന്നത്. അവിടെ റെഫറൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അണ്ടർ, വിത്തിൻ, ത്രൂ, ഓഫ്. സോ ഇത്രയുമാണ് നമ്മൾ പ്രിപ്പോസിഷൻസിന്റെ ഡിഫറെന്റ് ലെവൽസ് എന്ന് പറയുന്നത്. അവിടെ ഡയറക്ഷൻ കാണിക്കാനുള്ളതുണ്ട്, ലൊക്കേഷൻ കാണിക്കാനുള്ളതുണ്ട്, എന്തിൻ്റെങ്കിലും പൊസിഷൻ കാണിക്കാനുള്ളതുണ്ട്, ടൈം കാണിക്കാനുള്ളതുണ്ട്. ഇത്രയുമല്ല, ഇഫ് യു ജസ്റ്റ് ടൈപ്പ് ഗൂഗിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഒരു നിയർലി 100 പ്രിപ്പോസിഷൻസോളം കിട്ടും. പക്ഷെ ഇവയെല്ലാം നമ്മൾ മെയിൻ ആയിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ, സട്ടിൽ മിസ്റ്റേക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രിപ്പോസിഷൻസ് ആണിത്. സോ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇത്രയുമാണ് പ്രിപ്പോസിഷൻസിന്റെ കാര്യത്തിൽ
നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഇത്രയും പ്രിപ്പോസിഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് കരുതുകയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രിപ്പോസിഷൻ, ഇപ്പൊ ഓണും ഇന്നും അറ്റും ഒക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടൈമിന്റെ കാര്യത്തിലും ലൊക്കേഷന്റെ കാര്യത്തിലും ഡയറക്ഷന്റെ കാര്യത്തിലും ഒക്കെ വരുന്നുണ്ട്, റൈറ്റ്? സോ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ അതിൽ ഓരോ ടൈപ്പിലും എടുത്തിട്ട് ഓരോ സെന്റൻസുകൾ ഒന്ന് ഫോം ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. നമ്മളായിട്ട് ഫോം ചെയ്യുമ്പോൾ ഗുണം ഇറ്റ്സ് എ പ്രാക്ടീസ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അത് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുന്നതാണ്. നമുക്കിപ്പം ഈ വൊക്കാബുലറിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, എല്ലാ വേർഡ്സും നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാൻ പറ്റില്ല. അതേപോലെയാണ് എല്ലാ പ്രിപ്പോസിഷൻസും എല്ലാ യൂസേജസും സെന്റൻസുകളും നമുക്ക് ഈ ലാംഗ്വേജിൽ പഠിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് മറ്റുള്ളവരിൽ നിന്നും അറിയാം, ഒന്ന് നമുക്ക് സ്വയം യൂസ് ചെയ്തത് പഠിക്കാനും പറ്റും. നമുക്ക് കുറച്ചൊരു എക്സസൈസുകൾ ചെയ്ത് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടും എന്നുള്ളത് നോക്കി നോക്കാം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഫസ്റ്റ് വൺ, ദ ചൈൽഡ് പ്രിഫേഴ്സ് ഐസ്ക്രീം ഡാഷ് പായസം. ഓക്കെ, അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയാറില്ല ഐ ലൈക്ക് കോഫി ദാൻ ടീ. അത് ഈ സംഭവം തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടെ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ടേം ആണ്, പ്രിഫേഴ്സ്. ഈ ടേം ഇവിടെ വന്നാൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഐ ലൈക്ക് കോഫി ദാൻ ടീ എന്ന് പറയുന്ന ദാൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, പ്രിഫേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ടു ആണ്. ദ ചൈൽഡ് പ്രിഫേഴ്സ് ഐസ്ക്രീം ടു പായസം. അവിടെ വരുന്ന ഐഡിയ സെയിം ആണ്. ഷീ ലൈക്സ് ഓർ ദ ചൈൽഡ് ലൈക്സ് ഐസ്ക്രീം ദാൻ പായസം എന്ന അതേ ഐഡിയ തന്നെയാണ് വരുന്നത്. പക്ഷെ പ്രിഫേഴ്സ് എന്നത് വന്നു കഴിയുമ്പോൾ അവിടെ വരേണ്ടത് ചൈൽഡ് പ്രിഫേഴ്സ് ഐസ്ക്രീം ടു പായസം. ദിസ് ഈസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ഒരു സെന്റൻസിൽ പ്രിഫേഴ്സ് വന്ന് ഇതുപോലെ വന്നു കഴിയും ശ്രദ്ധിക്കേണ്ടത് ടു ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളിപ്പോ ഈ എക്സസൈസ് എല്ലാം ഫോം ചെയ്തിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടും അതിന്റെ അതേ മോഡലിലാണ് ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ വർക്ക്ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഐ റീച്ച്ഡ് ചെന്നൈ ഡാഷ് 20th August ലാസ്റ്റ് ഇയർ. ആർക്കെങ്കിലും ഒരാൾക്ക് ആൻസർ തരാമോ? ഇൻ 20th, at 20th, by 20th, on 20th. In. On. By. On. ഓക്കെ, ഇന്നല്ല വരിക. അറിയൂ, ഇന്ന് പറഞ്ഞു. ഇന്ന് വരുന്നത് എപ്പോഴായിരിക്കും? ഇൻ ഓഗസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അതല്ല ഇൻ 2020 എന്ന് ഒരു ഇയർ ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഇന്ന് നമുക്ക് കട്ട് ചെയ്യാം. അറ്റ് എന്തായാലും വരില്ല. ഈ ഡൗട്ട് വന്നത് ബൈയും ഓണുമാണ്. ഓക്കെ, ഇവിടെ റീച്ച്ഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇപ്പം ഐ വിൽ റീച്ച് ഓർ ഐ ആം റീച്ചിങ്, ഐ വിൽ ബി റീച്ചിങ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പോസിബിലിറ്റി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തു പറയും? ഞാൻ 20 ആകുമ്പോഴേക്കും എത്തും. ഓക്കെ, എത്തിയിട്ടില്ല, എത്തും. അങ്ങനെ വരുമ്പം ഓക്കെ, ഐ വിൽ ബി റീച്ചിങ് ചെന്നൈ ബൈ 20th എന്ന് വേണേൽ നമുക്ക് പറയാം. കാരണം എത്താൻ പോകുന്നേ ഉള്ളൂ, ഞാൻ അപ്പോഴേക്കും എത്തും എന്നൊരു ഐഡിയ ആണ്. അറ്റ് ദ സെയിം ടൈം ഐ റീച്ച്ഡ് ചെന്നൈ, ഞാൻ എപ്പോഴേ എത്തിക്കഴിഞ്ഞു. അപ്പൊ എന്താ വരിക? അവിടെ ഒരു ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഡേറ്റ് വരുമ്പോ അല്ലെങ്കിൽ ഒരു ഡേ വരും. വെരി ഗുഡ്, ഓൺ. ഓക്കെ, ഐ റീച്ച്ഡ് ചെന്നൈ ഓൺ ഓഗസ്റ്റ്, ഐ റീച്ച്ഡ് ചെന്നൈ ഓൺ മൺഡേ. ഓക്കെ, അങ്ങനെ വരും. ഐ റീച്ച്ഡ് ചെന്നൈ ഇൻ ഓഗസ്റ്റ് ഇൻ 2012. ഫൈൻ. അടുത്തത് ഐ ഗേവ്, അടുത്ത ആർട്ടിക്കിൾ ആണ് വരുന്നത്. ഇനി അതല്ല നോ ആർട്ടിക്കിൾ ആണ്, അതും പറയാം. ഐ ഗേവ് ഡാഷ് 1 rupee coin to him. A 1 rupee coin and 1 rupee coin, the 1 rupee coin, no article. ഏതാ വരിക? Down. ഓക്കെ, നമുക്ക് ദ വരില്ല. ഐ ഗേവ് ദ 1 rupee coin. അപ്പൊ ഐ ഗേവ്, നമ്മൾ ഏതോ ഒരു 1 rupee കോയിനെ പറ്റി പറയാൻ വിചാരിച്ചോളൂ. എ ആണോ ആൻ ആണോ? ഓക്കെ, എയും ആനും വ്യത്യാസം വന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒബ്വിയസ്ലി നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുന്നതാണ്. 1 സ്പെല്ലിംഗ് ONE, നമുക്കറിയാം വവൽസ് വെച്ച് AEIOU വെച്ച് വരുമ്പം ആൻ തുടങ്ങണം. പക്ഷേ അവിടെ നമുക്ക് ഒരു ബേസിക് കോൺസെപ്റ്റ് മിസ്റ്റേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് AEIOU എന്ന ലെറ്റേഴ്സ് വെച്ച് തുടങ്ങുന്ന വാക്കുകൾക്കല്ല നമ്മൾ ആൻ ചേർക്കുന്നത്, ആ സൗണ്ട്സ് വരുമ്പോഴാണ്. ഓക്കെ, ഇപ്പൊ ആപ്പിൾ എ, ഓക്കെ, ആ എ എന്ന് ഒച്ച വരണം. ആപ്പിൾ, എലിഫന്റ് എ എന്നൊരു ഒച്ച വന്നു.
ഐസ്ക്രീം. അവിടെ ഐ എന്ന് പറയുന്ന, നിങ്ങൾ ഫോണറ്റിക്സിന്റെ ബേസിക്സ് ആണത്. ഐ എന്ന് പറയുന്ന, ഐ എന്ന് പറയുന്ന 2 സൗണ്ട്, ഐ എന്ന് പറയുന്ന ആ ഒരു വോയിസ് വരുമ്പോ അവിടെ ആൻ ഐസ്ക്രീം. ഇവിടെ ONE, ഓ ഓക്കെ, ഒബ്വിയസ്ലി ഓ എന്ന് പറയുന്നത് ഒരു വവൽ സൗണ്ട് ആണ്. പക്ഷെ ONE നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക? ONE വരുമ്പോ 1 എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. അവിടെ നമ്മുടെ ONE എന്നാണെങ്കിലും നമ്മുടെ വോയിസ് എന്താണ്? 1. അപ്പൊ അവിടെ വരുന്ന എന്തായിരിക്കും വരേണ്ടത്? A. വെരി ഗുഡ്. സോ ഐ ഗേവ് a 1 rupee coin to him. അപ്പൊ നമ്മുടെ വേർഡ്സിന്റെ പ്രൊനൗൺസിയേഷൻ കൂടെ എന്ത് നോക്കുക, ഈ ആർട്ടിക്കിൾസ് വരുമ്പം അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് വേർഡ്സ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. ഒന്ന് നോക്കി നോക്കൂ. വവൽസ് വെച്ച് തുടങ്ങുകയും എന്നാൽ ആർട്ടിക്കിൾ A ആവുന്നതുമായിട്ടുള്ള വേർഡ്സ് ഒന്ന് കണ്ടെത്തി നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഐ വിൽ സീ യു ഡാഷ് മൺഡേ. ഡേ ആണ്. ഐ വിൽ സീ യു, വെരി ഗുഡ്. ഐ വിൽ സീ യു ഓൺ മൺഡേ. അവിടെ ഡേ ആണ് വന്നിരിക്കുന്നത്. ഫൈൻ. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ഇയർ, അല്ലെങ്കിൽ ഐ വിൽ സീ യു അറ്റ് 7 PM. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടൈം വന്നാൽ അവിടെ അറ്റ് വരും. ഡേ വന്നാൽ എന്ത് വരും? ഓൺ വരും. ഓക്കെ, ഐ എം ജസ്റ്റ് റിപ്പീറ്റിംഗ് എവറിത്തിങ്. അത് നമുക്കൊന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് പിന്നെയും പറയുന്നത്. അടുത്തത്, ഡാഷ് പ്ലാനിങ് ദ ട്രിപ്സ്, ഷീ ഈസ് ഓൾസോ ഗെറ്റിംഗ് ദ ടിക്കറ്റ്സ്. ഞാൻ പറഞ്ഞു ഇതില് ചിലത് നമ്മൾ പറയാത്ത ഒരു പ്രിപ്പോസിഷനും വന്നിട്ടുണ്ട്. എന്നാലും നോക്കി നോക്കൂ. ഡാഷ് പ്ലാനിങ് ദ ട്രിപ്സ്, ഷീ ഈസ് ഓൾസോ ഗെറ്റിംഗ് ദ ടിക്കറ്റ്സ്. അപ്പൊ നമ്മൾ മലയാളത്തിലേക്ക് ആക്കുമ്പോ ഏകദേശം ഐഡിയ ഇങ്ങനെ വരും. ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവൾ ടിക്കറ്റും ബുക്ക് ചെയ്യുന്നുണ്ട്. ഡ്യൂ ടു വരില്ല. ഡ്യൂ ടു പ്ലാനിങ് ദ ട്രിപ്സ് ഷീ ഈസ് ഓൾസോ എന്ന് പറയില്ലല്ലോ. വെരി ഗുഡ്. ബിസൈഡ്സ്, അതായത് ബിസൈഡ്സ് എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ എന്നൊരർത്ഥത്തിലാണ്. ബിസൈഡ് എന്ന് പറഞ്ഞ അരികെ. ഓക്കെ, ബിസൈഡ് ദ ലേക്ക്. ഓക്കെ, ബിസൈഡ് യു ഒക്കെ നമ്മൾ അരികെ, ഒപ്പം എന്ന രീതിയിലാണ്, അരികെ എന്നൊരർത്ഥത്തിലാണ്. ബിസൈഡ്സ് ഇത് കൂടാതെ, അതിനോടൊപ്പം തന്നെ എന്നൊക്കെ മീനിങ് വരും. അപ്പം ബിസൈഡ്സ് പ്ലാനിങ് ദ ട്രിപ്പ്, അതായത് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് കൂടാതെ എന്തും കൂടെ ചെയ്യുന്നുണ്ട്. ഷീ ഈസ് ഓൾസോ ഗെറ്റിംഗ് ദ ടിക്കറ്റ്സ്. അവള് ട്രിപ്പും പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുകൂടാതെ ടിക്കറ്റും അവൾ തന്നെ അവള് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ബിസൈഡ്സ് ആണ് അവിടെ വരിക. നെക്സ്റ്റ്, ഗിവ് മീ ഡാഷ് മണി ഐ ഓവ് യു. ഞാൻ നിനക്ക് തന്ന ആ പണം എനിക്ക് തരണം. ഗിവ് മീ ഡാഷ് മണി, വെരി ഗുഡ്. ഗിവ് മീ ദ മണി ഐ ഓവ് യു. ഏതെങ്കിലും പൈസ തന്നാ പോരാ, ഞാൻ നിനക്ക് തന്ന ആ പൈസ എനിക്ക് തരിക. ഓക്കെ, സോ ഗിവ് മീ ദ മണി ഐ ഓവ് യു. ഇത്രയും ക്ലിയർ ആയല്ലോ? എനി ഡൗട്ട്? ഓക്കെ, ഫൈൻ. ഫൈൻ. അപ്പൊ നമ്മൾ ഇപ്പൊ ഇന്നത്തെ ഒരു ഇത്രയുള്ള സെഷൻസിൽ നമ്മൾ ഇത്രയും നമ്മൾ നോക്കിയതാണ്. ഒന്ന് സിലബസ് നമ്മൾ പറഞ്ഞു. സിലബസ് ഞാൻ ഓടിച്ചാണ് പറഞ്ഞത്, പക്ഷെ ആ പറഞ്ഞ അത്രയുമാണ് കൂടുതലും റിപ്പീറ്റ് ചെയ്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷന്റെ ഫ്രീക്വൻസി അത്രയും ഏരിയാസിന് വളരെ കൂടുതലാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നോക്കിയ 3 ടേംസ് ആയിരുന്നു: ആർട്ടിക്കിൾസ്, ഡിറ്റർമിനേഴ്സ്, പ്രിപ്പോസിഷൻ. അതിൽ ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു 2 ടൈപ്പാണ് ഉള്ളത്: ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഒന്നേ ഉള്ളൂ, ദ ആണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ആൻഡ് ആൻ ഉണ്ട്. ദെൻ ഡിറ്റർമിനേഴ്സ് നമ്മൾ പറഞ്ഞു. ഡിറ്റർമിനേഴ്സ് ഏകദേശം 9 ടൈപ്പാണുള്ളത്. നമ്മൾ ഈ ഒരുമാതിരിപ്പെട്ട എല്ലാം പറയുന്നതിൽ ഡിറ്റർമിനേഴ്സ് വരാറുണ്ട്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസിലെ 2 ടൈപ്പും ഡിറ്റർമിനേഴ്സിന്റെ സബ് കാറ്റഗറി ആയിട്ട് വരാറുണ്ട്. അടുത്ത പ്രിപ്പോസിഷൻ പറഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ പ്രിപ്പോസിഷൻ അല്ലാണ്ട് ഇഷ്ടംപോലെ പ്രിപ്പോസിഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ബിസൈഡ്, ബിസൈഡ്സ്, ദെൻ ഡ്യൂ ടു, ബിക്കോസ് ഓഫ്, ഇതൊക്കെ പ്രിപ്പോസിഷൻസ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ അറിയേണ്ടത് ഇതുപോലത്തെ മൈന്യൂട്ട് ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയുക, എവിടെയൊക്കെ പ്രിപ്പോസിഷൻ ആഡ് ചെയ്യണം എന്നുള്ളത് അറിയുക, എവിടെയൊക്കെ ആഡ് ചെയ്യരുതെന്ന് അറിയണം. ഇപ്പൊ ഇതൊക്കെ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പൊ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഒരിക്കലും നിങ്ങൾ ഐ ആം ഗോയിങ് ടു ഹോം എന്ന് പറയില്ല, അല്ലെ? എവിടെയെങ്കിലും കണ്ടാലും ആ ടു അവിടെ വെട്ടിക്കളയുന്നുള്ളത് ഉറപ്പാണ്. ഐ ലെഫ്റ്റ് ഫ്രം ഹോം ഇല്ല, ഐ ലെഫ്റ്റ് ഹോം, ഹി ലെഫ്റ്റ് ഹോം, റൈറ്റ്? ഇതേപോലെ ഇവിടുന്ന് കിട്ടുന്ന നോളജ് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് അക്യുമുലേറ്റ് ചെയ്ത് വെക്കുക. ഫൈൻ. സോ പ്രിപ്പോസിഷൻസും അതിന്റെ ടൈപ്സും ചെയ്തു. അതേപോലെ തന്നെ കുറച്ച് എക്സസൈസുകൾ നമ്മൾ ചെയ്തു. വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ, പക്ഷെ ബാക്കി വർക്ക്ഷീറ്റ് ആയിട്ട് റെക്കോർഡ് വീഡിയോ ഉണ്ടാവും പറഞ്ഞല്ലോ, അതെങ്ങനെ കിട്ടും?
അത് നമുക്ക് ഇവിടെ നമ്മുടെ മാനേജ്മെന്റ് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും, തരുന്നതായിരിക്കും. ഓക്കെ, അവരുമായിട്ട് അത് ഡീൽ ചെയ്യാവുന്നതാണ്. റെക്കോർഡ് വീഡിയോ കിട്ടുന്നതായിരിക്കും. സോ ഇനി പിന്നെ ക്ലാസ് ഞാൻ ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. അപ്പം അതിന്റെ ബാക്കി ക്ലാസ് എങ്ങനെ ചേരാൻ പറ്റുക? ഓക്കെ, ഇതിന്റെ ബാക്കി നമുക്ക് നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഒരു അഡ്മിൻ നമ്പർ ഉണ്ടല്ലോ, ഇതിന്റെ അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സോ നമ്മുടെ ഇതിന്റെ ബാക്കി സെഷൻസ്, ബാക്കി നേരത്തെ പറഞ്ഞ എല്ലാത്തിനും ഡീറ്റെയിൽ സെഷൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിലേക്കുള്ള ആക്സസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മളിപ്പോ എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ? നോട്ട്സ് ഉണ്ടോ? നോട്ട്സ് ഉണ്ട്, നോട്ട്സും കിട്ടും. നമ്മളിപ്പോ എടുത്തതിന്റെ കറക്റ്റ് നോട്ട്സും ഉണ്ടാവും. അതേപോലെ തന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള വർക്ക്ഷീറ്റും നിങ്ങൾക്ക് തരുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നോട്ട്സ് ഗ്രൂപ്പിൽ അയക്കോ ഇപ്പോഴന്നെ PDF ആയിട്ടുള്ളതല്ലേ? മേ ബി അത് എനിക്ക് ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ വഴി ചോദിക്കണം. അത് നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിന്റെ ഫോളോ അപ്പ് ക്ലാസ് ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ സ്വാഭാവികം ഇപ്പോഴാണ് താങ്കൾ ജോയിൻ ചെയ്തതെന്നല്ലേ പറഞ്ഞത്? അതെ അതെ. ഓക്കെ, അപ്പൊ ഇതിന്റെ റെക്കോർഡഡ് സെഷനും ഇതിന്റെ നോട്ട്സ്, ഇറ്റ്സ് ഓക്കെ സർ. അപ്പൊ ഇതിന്റെ റെക്കോർഡഡ് സെഷനും ഇതിന്റെ വർക്ക്ഷീറ്റും ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ഒരു ലേറ്റ് ആയി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റ് ഒരിക്കലും മിസ് ആവില്ല. തീർച്ചയായിട്ടും ഇതിൽ ബാക്കി നിങ്ങൾക്ക് ഇതിന് ഇനി നമ്മൾ എടുക്കുന്ന സെഷൻസിൽ കണ്ടിന്യൂ ചെയ്യുന്നതിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മളത് ഇപ്പൊ ലൈവ് സെഷൻ അല്ലെങ്കിലും നമ്മൾ അടുത്തൊരു ലൈവ് സെഷൻ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അവിടെ ഒരു മിസ്സിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നതായിരിക്കില്ല. സോറി സർ, ക്ലിയർ ആയില്ല. ഇംഗ്ലീഷ് മലയാളം സബ്ജക്ട് ഉണ്ട്. അതെ, അത് എനിക്ക് തോന്നുന്നത് ബെറ്റർ നിങ്ങൾ അതുപോലത്തെ കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഓഫീസിലെ അഡ്മിനുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഒരു അതോറിറ്റിയുടെ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമല്ലോ. ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ, ഇതുപോലെ സൂമിൽ തന്നെ ഉണ്ടാവുക അല്ലെ റെക്കോർഡ് ക്ലാസ് ആണോ ഉണ്ടാവുക? റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവാറുണ്ട്. കൂടുതലും റെക്കോർഡ് ക്ലാസ് ആയിരിക്കും. ദെൻ നമ്മുടെ ഡൗട്ട്സിന്റെയും ബാക്കി ആവശ്യങ്ങൾക്കനുസരിച്ച് എക്സാംസ് അതേപോലെ തന്നെ ലൈവ് സെഷൻസിന്റെ റിക്വസ്റ്റുകൾക്ക് അനുസരിച്ച് നമുക്കത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇപ്പൊ റെക്കോർഡ് സെഷൻസ് ആണെങ്കിൽ ഇതേപോലെ നമ്മൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വിത്ത് എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മളത് പറഞ്ഞു തരിക. ഈ റെക്കോർഡ് ക്ലാസ് എങ്ങനെ കിട്ടും? ഓക്കെ, അത് നമ്മൾ ഇവിടെ എഡ്ഫിൽ ലേണിംഗിന്റെ അഡ്മിൻ, ഇനി നിങ്ങൾക്ക് ഒരു ഫോളോ അപ്പ് വരുന്നതായിരിക്കും നമ്മുടെ അഡ്മിന്റെ ഭാഗത്ത് നിന്നും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നമ്മുടെ ബാക്കി കോഴ്സുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങളുടെ ഫോളോ അപ്പിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതെ. ഓക്കെ, സോ ഐ ഹോപ്പ് വി ക്യാൻ വൈൻഡ് അപ്പ്. ഇനി വേറെ സംശയങ്ങളൊന്നും ഇല്ലെന്ന് കരുതുന്നു. Okay. So thank you, dears. English class ആണോ മാഡം? Sorry sir. നാളെ ഇംഗ്ലീഷ് ക്ലാസ് ആണോ? ടൈം ടേബിൾ അറിയിക്കുന്നതായിരിക്കും. നാളെ ഇംഗ്ലീഷ് ആയിരിക്കില്ല, മറ്റൊരു സബ്ജക്റ്റ് ആയിരിക്കും. അത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് വഴി അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഓരോ സെഷനും എപ്പോഴാണ് എന്താണെന്നുള്ളതും ബാക്കി ഓരോന്നിന്റെയും കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്സും പ്രോപ്പർ ആയിട്ട് ഇവിടെ നടക്കുന്നതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ മാഡം. ഓക്കെ. So shall we wind up? Okay, ma'am. Okay. Thank you.